മറ്റു വാർത്തകൾ നോക്കാം. കോട്ടയത്ത് CPIയുടെ സമ്മേളന പോസ്റ്ററിൽ ദേശീയ പതാക ഏന്തിയ ഭാരതാംബയുടെ ചിത്രം. ഈ മാസം 13 മുതൽ നടക്കുന്ന CPI കോട്ടയം മണ്ഡലം സമ്മേളനത്തിന്റെ പോസ്റ്ററിലാണ് ദേശീയ പതാകയിലെ നിറങ്ങളോടെയുള്ള സാരി അണിഞ്ഞ് ത്രിവർണ്ണ പതാക ഏന്തിയ ഭാരതാംബയുടെ ചിത്രം ഉൾപ്പെടുത്തിയത്. എന്നാൽ പാർട്ടി ജില്ലാ നേതൃത്വം ഇടപെട്ട് പോസ്റ്റർ പിൻവലിച്ചു. ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, CPI ആണ് ഈ രാഷ്ട്രീയ പോരിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. എന്തായാലും ഭാരതാംബ വിവാദത്തിൽ ദേശീയ പതാകയാണ് ഇതിന് ബദൽ എന്ന വാദമുയർത്തുന്നത് CPI ആണ്. CPIയുടെ സമ്മേളന വേദികളിലൊക്കെ സ്വാഭാവികമായും വലിയ ചർച്ചയായി ഇത് വരികയും ചെയ്യുന്നുണ്ട്. ഇത് മുൻനിർത്തിയാണോ ഇത്തരമൊരു നീക്കമുണ്ടായത്? എന്തുകൊണ്ടാണ് നേതൃത്വം ഇടപെട്ട് ഇത് പിൻവലിച്ചതിന് കാരണം? സജിത്ത്, ഈ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്ന പോസ്റ്ററിലാണ് ഇങ്ങനെ ഭാരതാംബയുടെ ചിത്രം വന്നത്. മാത്രമല്ല, ദേശീയ പതാകയുടെ നിറമുള്ള വസ്ത്രമാണ് ഭാരതാംബയ്ക്കുള്ളത്. ഒപ്പം തന്നെ ദേശീയ പതാക ഏന്തിയ ഭാരതാംബ, ഇത് രണ്ടുമാണ്. എന്തായാലും ഭാരതാംബ ഭാരത് മാതാ കി ജയൊക്കെ വിളിക്കുന്ന, അതായത് ഗവർണറുടെ ഈ കാവി കൊടിയ ഏന്തിയ ഭാരതാംബയ്ക്ക് ബദലായി ദേശീയ പതാക അണിഞ്ഞ ഭാരതാംബയെ പരമാവധി അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് CPI കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയിരുന്നത്. സംസ്ഥാന സെക്രട്ടറി അടക്കം ഭാരത് മാതാ കി ജയ് വിളിക്കുന്ന വീഡിയോ ഒക്കെ പുറത്തു വരികയൊക്കെ ചെയ്തതാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഈ ദേശീയ പതാക ദേശീയ പതാക അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചരണത്തിൽ ഉൾപ്പെടുത്തുന്നത് ശരിയല്ല എന്ന നിലപാടാണ് CPIയുടെ കോട്ടയം ജില്ലാ സെക്രട്ടറി ഇതിനൊരു വിശദീകരണമായി പറയുന്നത്. പക്ഷെ ഒരു പരസ്യ പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു സമ്മേളന പോസ്റ്ററിൽ ആ നിലയിലുള്ള ഇത് വരുന്നത് ഒരു പക്ഷേ പിന്നീട് പല തിരിച്ചടികൾക്കും കാരണമാകും. മാത്രമല്ല, അങ്ങനെ വ്യാപകമായി ഭാരതാംബയെ പ്രചരിപ്പിക്കുകയോ ആ നിലയിൽ അവതരിപ്പിക്കുന്ന രീതി CPIക്ക് ഇല്ല. എന്തായാലും ഒരു പ്രചരണത്തിന് തുടക്കമിട്ടു എന്നുള്ളതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഇങ്ങനെ ദേശീയ പതാകയുടെ ഒക്കെ ചിത്രം ദുരുപയോഗം ചെയ്യുന്ന നിലയിലേക്ക് ഒരുപക്ഷെ ചിലപ്പോൾ കാര്യങ്ങൾ പോയേക്കാമെന്ന് CPI ജില്ലാ നേതൃത്വം വിലയിരുത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ പോസ്റ്ററുകളിലും മറ്റും അങ്ങനെ ഉപയോഗിക്കുമ്പോഴുള്ള ഫ്ലാഗ് കോഡിലും മറ്റുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന സംശയം അവിടെ നിലനിൽക്കുകയാണ്. എന്തായാലും ഇതൊരു വലിയ വിവാദമായി മാറിയിരിക്കുന്നു. സമ്മേളന പോസ്റ്ററിൽ നിന്ന് ഫലത്തിൽ ഭാരതാംബയും ഇത്തരത്തിലുള്ള ചിത്രം, ദേശീയ പതാക ചിത്രവും എല്ലാം ഒഴിവാക്കാൻ നിർദ്ദേശം നൽകുകയാണ്. അങ്ങനെ ആ പോസ്റ്റർ പിൻവലിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും ഈ വിവാദത്തിൽ ശ്രീജിത്ത്, ഒരു കാര്യം, ഈ ഭാരതാംബ വിവാദത്തിൽ ഗവർണറെ രാഷ്ട്രീയമായി എതിർക്കുക എന്നത് CPIയുടെ ഒരു പൊതു നിലപാടാണ്. പക്ഷേ ഈ പോസ്റ്ററിലേക്ക് ആ ചിത്രം പ്രദർശിപ്പിച്ചതാണ് ഒരു തെറ്റായി പോയി എന്ന ഒരു വിലയിരുത്തലുണ്ടായത്. മറിച്ച് ഈ ഒരു ആശയത്തിന് CPI എതിരല്ല. ഇതാണോ അവർ മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം? തീർച്ചയായും അങ്ങനെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം ഇതിലൊരു പരസ്യ പ്രതികരണത്തിലേക്ക് CPI ജില്ലാ സെക്രട്ടറി തയ്യാറായിട്ടില്ല. കാരണം ഇതൊരു വിവാദമാക്കാൻ CPI ആഗ്രഹിക്കുന്നില്ല എന്നതുകൂടിയാണ് അതിന്റെ അർത്ഥം. പക്ഷെ അവർ അല്ലാതെ ചൂണ്ടിക്കാണിക്കുന്ന വിഷയം ഒരു പോസ്റ്ററിൽ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സമ്മേളനമാണ്, മണ്ഡലം സമ്മേളനത്തിനാണ്. ആ പോസ്റ്ററിൽ ഇങ്ങനെ ദേശീയ പതാകയുടെ ചിത്രം ഉപയോഗിക്കുക, ഫലത്തിൽ ഭാരതാംബയുടെ ചിത്രത്തിനൊപ്പം തന്നെ ദേശീയ പതാക ഏന്തിയ ചിത്രമാണ്, അത് ഉപയോഗിക്കുന്നത് ഒരുപക്ഷെ അതൊരു തെറ്റായ രീതിയാണ് എന്നവർ വിലയിരുത്തുകയാണ്. ആ നിലയിലാണ് അവർ അവതരിപ്പിക്കുന്നത്. അതല്ലാതെ ഭാരതാംബ നേരത്തെ വിവാദത്തിൽ CPI എടുത്ത നിലപാടിൽ തന്നെ അവർ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പല രാഷ്ട്രീയ വിവാദങ്ങളും ഇതിൽ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോ ഗവർണറെ അനുകൂലിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നത് CPIയെ കൊണ്ട് ഭാരത് മാതാ കി ജയ് വിളിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്ന നിലത്തിലുള്ള ട്രോളുകളും മറ്റുമാണ് തിരിച്ചും വരുന്നത്. അങ്ങനെ ഈ വിഷയം പല തലത്തിൽ ഓരോ ദിവസം കഴിയുമ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. ഇപ്പോൾ ഈ ചിത്രം പിൻവലിക്കുന്നതിന് പക്ഷേ CPI ചൂണ്ടിക്കാണിക്കുന്ന കാരണം ഇതാണ്. ഈ ദേശീയ പതാക ചിത്രം ഫലത്തിൽ ഈ പോസ്റ്ററിൽ വരുന്നത് അത് ശരിയല്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ അവർ പ്രകടിപ്പിക്കുന്നത്. പക്ഷേ ഒരു പരസ്യ പ്രതികരണത്തിന് അവർ തയ്യാറാകുന്നുമില്ല. അതാണ് CPIയുടെ സമ്മേളനത്തിലാണ് സമ്മേളന പോസ്റ്ററിലാണ് ഇത്തരമൊരു ചിത്രമുണ്ടായത്. എന്തായാലും ഭാരതമാതാ വിവാദത്തിൽ CPIയുടെ മറുപടി കൂടിയായിട്ടാണ് ഇത് വരുന്നത്. എന്തായാലും സമ്മേളന വേദികളിലൊക്കെ ഇത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഗവർണർക്കെതിരായ നീക്കമായി കൂടി CPI അത് ഏറ്റെടുക്കുന്നു.